വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ കരുവാരകുണ്ട് അരിമണൽ 11 ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് റോഡിൽ തള്ളുന്നത്. കരുവാരകുണ്ട് അരിമണൽ മുതൽ 11 വരെ ആൾതാമസം കുറവായതിനാൽ മാലിന്യം തള്ളുന്നത് വ്യാപകമായിട്ടുണ്ട്. കോഴി അവശിഷ്ടങ്ങളാണ് കാര്യമായി ഇവിടെ തള്ളുന്നത്. റോഡരിക് കാടുമൂടിയ സ്ഥിതിയിലായിരുന്നുവെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡരികുകൾ വൃത്തിയാക്കിയിരുന്നു. എന്നാൽ മാലിന്യം തള്ളുന്നതിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. രാത്രി ആവുന്നതോടെ ഗുഡ്സ് ഓട്ടോയിലും മറ്റുമായി മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നതാണ് പതിവ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തള്ളിയ കോഴി അവശിഷ്ടങ്ങൾ മൂലം ഉണ്ടായ ദുർഗന്ധം കാരണം കാൽനട യാത്രക്കാർക്ക് പുറമെ വാഹനയാത്രക്കാർക്ക് പോലും മൂക്കുവത്താതെ ഇതുവഴി സഞ്ചരിക്കാനാവാത്ത അവസ്ഥയാണ്. കാളികാവിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കാളികാവ് കല്ലാങ്കുന്നിലെ ആലുങ്ങൽ കബീറാണ് മരിച്ചത്. കറുത്തേനി തട്ടാൻകുന്നിലെ വീട്ടിൽ നിന്ന് കാളികാവ് കല്ലംകുന്നിലെ തറവാട്ടിലേക്ക് വരികയായിരുന്ന കബീർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പള്ളിശ്ശേരിയിൽ വെച്ച് ബസ്സിടിച്ച് തെറിക്കുകയായിരുന്നു. ബസ്സിടിച്ച് തെറിച്ച കബീറിനെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കാളികാവിൽ നിന്ന് വണ്ടൂരിലേക്ക് പോവുകയായിരുന്ന VP ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാണിയമ്പലത്ത് റെയിൽവേ ഗേറ്റിൽ പെടാതിരിക്കാൻ വേഗത്തിലാണ് ബസ് പോയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് പണി നടക്കുകകൂടി ചെയ്യുന്ന ഭാഗത്ത് ജീപ്പിനെ മറികടന്ന് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ച ബസ് ഡ്രൈവറോട് കൈ ഉയർത്തി കാണിച്ച് കബീർ അരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടെടുത്ത ബസ് ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നുവെന്നാണ് അപകടം കണ്ടവർ പറയുന്നത്. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിലമ്പൂർ PV ആർക്കേഡ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി കുഞ്ഞാലൻ വിനിയൂർ ഉദ്ഘാടനം ചെയ്തു. രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയേക്കാം. അത്തരം ആളുകളെ സദയം നമ്മൾ നീങ്ങി നിർത്തുകയും പുതിയ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകും. കൺവെൻഷനിൽ ക്ഷേമനിധി ഫോറം വിതരണവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ചടങ്ങിൽ ഡൂൺ ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. സുന്ദരൻ തിരൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഉമേഷ് നിലമ്പൂർ സ്വാഗതവും സോണി അയ്യൂബ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ഉമേഷ് നിലമ്പൂരിനെ പ്രസിഡന്റായും ഹഫ്സത്ത് നിലമ്പൂർ, സാരംഗ ബാബുട്ടി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഡൂൺ ശങ്കരനാരായണനെ സെക്രട്ടറിയായും മുഹമ്മദ് മംഗലശ്ശേരി, സുരേഷ് നിലമ്പൂർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സോണി അയ്യൂബിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കവളമുക്കട്ട വിശ്വപ്രഭ ലൈബ്രറിയും വനിതാ വേദിയും അമരബലം PHCയും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് ഗ്രാമപഞ്ചായത്ത് അംഗം കണ്ണമ്പാക്ക രത്ന ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകൾക്ക് JHI ജിജി വർഗീസ്, A ഗിരീഷ്, K പ്രമോദ്, വനിതാവേദി പ്രവർത്തകരായ P ആസ്യ, വിജയകുമാരി, റംലത്ത്, വിവിധ ബീഗം, ലൈബ്രറി സെക്രട്ടറി TA മുഹമ്മദ് കുഞ്ഞ്, K ഷെഫീഖ്, K ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ലോറി ഓട്ടോയിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് കരുവാരകുണ്ട് കിഴക്കേത്തലയിൽ നേരിയ സംഘർഷം. ഇന്നലെ രാത്രിയാണ് അപകടവും സംഘർഷവും നടന്നത്. ഇന്നലെ രാത്രി 7:30ഓടെയാണ് അപകടം നടന്നത്. കിഴക്കേത്തലയിൽ നിന്നും തരിശ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി റോഡിൽ നിർത്തിയിട്ട ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയ്ക്ക് തകരാർ സംഭവിച്ചിരുന്നു. ലോറി ഓടിച്ചിരുന്ന കരുവാരകുണ്ട് മാമ്പറ്റ സ്വദേശി തെച്ചിയോടൻ മുഹമ്മദ് സാദിഖ് മദ്യപിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തുന്നതിന് മുമ്പ് നാട്ടുകാരും ലോറി ഡ്രൈവറും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. കരുവാരകുണ്ടിലെ പ്രധാന റോഡായ തരിശ് റോഡിൽ അപകടവും സംഘർഷവും ഉണ്ടായതോടെ അരമണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. സംഘർഷത്തെ തുടർന്ന് റോഡിൽ നിന്നും ലോറി എടുത്തുമാറ്റാതായതോടെ പോലീസ് എത്തിയാണ് വാഹനം റോഡിൽ നിന്നും മാറ്റിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ലോറി ഡ്രൈവർ മുഹമ്മദ് സാദിഖിനെതിരെ കേസെടുത്തതായി കരുവാരകുണ്ട് പോലീസ് അറിയിച്ചു. ASI P സത്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവസ്ഥലത്ത് എത്തിയിരുന്നത്. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 220 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. സ്വർണം ഗ്രാമിന് 2600 രൂപ, പവന് 20,800 രൂപ, വെള്ളി ഗ്രാമിന് 53 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ പ്രശ്നം മലപ്പുറം ജില്ലയെയും ബാധിച്ചു. വിവിധ തമിഴ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഗൂഡല്ലൂർ നാടുകാണി റോഡ് ഉപരോധിച്ചു. ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ കേരള അതിർത്തിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി.
EMS ഭവന നിർമ്മാണ പദ്ധതിയിൽ തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി. മൂത്തേടം പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CPM എടക്കര ഏരിയ കമ്മിറ്റി അംഗം AT റജി ഉദ്ഘാടനം ചെയ്തു. 128 ദിവസം പിന്നിട്ടിട്ടും പ്രതിഷേധ സമരം ഫലം കണ്ടില്ല. നാളെ മുതൽ പൂക്കോട്ടുംപാടം വൃന്ദാവൻ എസ്റ്റേറ്റിൽ സംയുക്ത തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാണ് ആവശ്യം. കാളികാവ് പള്ളിശ്ശേരിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ബസും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. കല്ലംകുന്ന് ആലിങ്ങൽ കബീറാണ് മരണമടഞ്ഞത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.